ഇന്ന് മറ്റൊരു പ്രധാന കാര്യം നമ്മൾ അയോധ്യ രാമക്ഷേത്രത്തെ കുറിച്ചുള്ള അതിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് അതിൽ നിരവധി ആളുകളെ ക്ഷണിച്ചിരുന്നു. ക്ഷണിക്കാത്തവരുമുണ്ട്. കാരണം ഇത് രാഷ്ട്രീയമാണ് ഇതിന് പിന്നിൽ എന്നാണ് നിരന്തരമായി ഉയരുന്ന ഒരു ആരോപണം. അപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മകൻ അവിടുത്തെ ഉദയനിധി സ്റ്റാലിന്റെ വാക്കുകൾ ഉള്ളത് അത് അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണമില്ലെന്നും പോകില്ലെന്നുമാണ് സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത്. ആരുടെ വിശ്വാസത്തിനും ഞങ്ങൾ എതിര് നിന്നിട്ടില്ല. പള്ളി പൊളിച്ച് ക്ഷേത്രം പണിതിനെ മാത്രമാണ് കരുണാനിധി ചോദ്യം ചെയ്തത് എന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂസ് 18ന്റെ AIDMK BJPയുടെ പ്രാദേശിക ഘടകമായി മാറിയെന്നും സ്റ്റാലിൻ ന്യൂസ് 8 നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. സ്റ്റാലിന്റെ വാക്കുകളിലേക്ക്. எனக்கு அழைப்பு வரலைங்க, வந்தாலும் நான் போக மாட்டேங்க. அரசியல் பண்றாங்க, ஆன்மீகம் கிடையாது. ஆன்மீகத்தை வச்சு கடவுள் பேரை வச்சு அரசியல் பண்ணும்போது அது உடன்பாடு இல்லைன்னு நம்முடைய பொருளாளர்கள் கூட அறிவிச்சிருக்காங்க. അങ്ങനെ രാജ്യമൊട്ടാകെ ഈ അയോധ്യയുടെ പ്രാൺപ്രതിഷ്ഠ വലിയ ഒരു ആഘോഷമായി കൊണ്ടാടുന്നു. അങ്ങിങ്ങെ ചില രാഷ്ട്രീയ വിവാദങ്ങളും ഒക്കെ സംഭവിക്കുന്നുണ്ട് ഇതിന്റെ കൂടെ എന്നുള്ളതും സത്യമാണ്. അതിന്റെ ഭാഗമായാണ് സ്റ്റാലിന്റെ വാക്കുകൾ. പക്ഷേ കോൺഗ്രസിൽ ഇവിടുത്തെ സംസ്ഥാന ഘടകത്തിലടക്കം വലിയ അതൃപ്തി പുകയുന്നു. മധ്യപ്രദേശിൽ അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതാക്കൾ പലരും ഇങ്ങോട്ടേക്ക് വന്ന് രാമക്ഷേത്ര ദർശനം നടത്തുമെന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ ഈ BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇതെന്ന് പറയുമ്പോഴും വലിയ തോതിലുള്ളൊരു അംഗീകാരം ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് പല രാഷ്ട്രീയ കക്ഷികളെയും അസ്വസ്ഥരാക്കുന്നത്. പക്ഷെ അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. ഇവിടെ കാരണം രാഷ്ട്രീയമല്ല ഇവിടെ പ്രധാന വിഷയം. ഇവിടെ രാമഭക്തി മാത്രമാണ്. കാലങ്ങളായി കാത്തിരുന്ന ഒരു ക്ഷേത്രം അത് യാഥാർത്ഥ്യമാകുന്നു എന്ന ഒരു മനസ്സാണ് വിശ്വാസികൾക്കുള്ളത്. അതനുസരിച്ച് മാറ്റങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. അയോധ്യ പോലെ ഒരു വലിയ നഗരം അത് വലിയൊരു നഗരമായി മാറുന്നു, ഒരു ക്ഷേത്ര നഗരമായി മാറുകയും അതനുസരിച്ചുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുമ്പോൾ പ്രാദേശികമായും ജനങ്ങൾ വലിയ തോതിൽ പിന്തുണയ്ക്കുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങുന്നുണ്ട്. ഈ